തീ പിടിച്ചവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സൗദി അറേബ്യയിൽ പോയി ജോലിയോടൊപ്പം തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ കർത്താവിൻ്റെ സുവിശേഷം അവിടെ ദൈവജനത്തിന് കൊടുക്കണം, കൂട്ടായ്മകൾ രൂപപ്പെടുത്തണം. അങ്ങനെയൊക്കെയുള്ള തീവ്രമായ ആഗ്രഹവുമായി സൗദി അറേബ്യയുടെ മണ്ണിൽ കർത്താവിന് വേണ്ടി വേല ചെയ്ത റോയ് ഔസേപ്പിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളൊക്കെ കേട്ടു. നാട്ടിലായിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് അതിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അത്ഭുതകരമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുകയും പോലീസ് പിടിച്ച് വലിയ മർദ്ദനത്തിന് വരെ വിധേയപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന അനുഭവങ്ങൾ, ആ കഥകൾ നമ്മൾ ഈ ആഴ്ച വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. ബ്രദറെ, ഒരിക്കൽ കൂടെ ഇപ്പോൾ ഈ സൗദി അറേബ്യയിലെ പുതിയ ജോലി സ്ഥലത്ത് അവിടെ പോയി നമ്മുടെ ബിസിനസ് വീണ്ടും ആരംഭിക്കുമ്പോൾ, ജോലി ആരംഭിക്കുമ്പോൾ അന്നവിടെ നേരിട്ട വെല്ലുവിളി എന്തൊക്കെയായിരുന്നു? അവിടെ നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, അവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. സൗദി അറേബ്യയിലെ ഏറ്റവും സ്ട്രിക്റ്റ് റൂൾസ് ഉള്ളത് ഞാൻ ഈ പറയുന്ന അൽ ഖസീം ബുറൈദ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ സഹോദരിമാർ പോലും, നേഴ്സസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരിമാർ പോലും വെളിയിലിറങ്ങുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യണം, മുഖം വരെ മൂടിയേ പോകാൻ പറ്റുള്ളൂ. അത് സൗദി അറേബ്യയുടെ മറ്റൊരു സ്ഥലത്തും അതില്ല, അവിടെ മാത്രമേ അങ്ങനെ, അത്ര സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ റൂൾസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കർത്താവ് കൂട്ടായ്മ ഇറങ്ങാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് ഉള്ളിൽ ഭയമുണ്ട്, ശരിക്കും ഭയമുണ്ട്. കാരണം പിടിക്കപ്പെട്ടാൽ നിലവിൽ ഒരു 3-4 പേര് 20 വർഷം 15 വർഷം 12 വർഷമൊക്കെ ആയിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. മലയാള നമ്മുടെ കാത്തലിക് കൂട്ടായ്മയല്ല, കാത്തലിക് കൂട്ടായ്മയാണ്, ഫിലിപ്പീൻസിന്റെ കാത്തലിക് കൂട്ടായ്മയുടെ ലീഡറുണ്ട്. മറ്റേ നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് കൂട്ടായ്മയുടെ ഫാസ്റ്ററുണ്ട്. അവർക്ക് ജയിലിൽ കിടക്കുന്നുണ്ട്, ഓൾറെഡി കിടക്കുന്നുണ്ട്. ഈ ഒരു ഭയം നമ്മൾ പിടികൂടിയുണ്ട് ശരിക്കും, മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മ തന്നെ, റിയാദിലുള്ള കൂട്ടായ്മ തന്നെ ഉള്ളവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പം ഞാൻ റിയാദിലുള്ള ലീഡേഴ്സിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ കൂട്ടായ്മ ഇവിടെ തുടങ്ങണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഒരു വലിയ അപകടമാണ്, പിടിക്കപ്പെട്ടാൽ നമ്മുടെ കൂട്ടായ്മ മുഴുവനും നിന്നുപോകും. അതുകൊണ്ട് വിവേകത്തോടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ജ്വലനം, ഇവിടെ കൂട്ടായ്മ തുടങ്ങണം, ഇവിടെ കൂട്ടായ്മ തുടങ്ങണം. എന്നാൽ മറുവശത്ത് ഭയം, തുടങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 5 മണിക്ക് ശേഷം പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൊന്തയിട്ട്, കൈ പോക്കറ്റിലിട്ട്, നമുക്ക് പുറത്തെടുത്ത് കാണിക്കാൻ പാടില്ല, അങ്ങനെ കൊന്തയും ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഫുട്പാത്തികൾ നടക്കും, റോഡിൻ്റെ ഫുട്പാത്തികൾ നടക്കും. ഈ ഒരു തീവ്രമായ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നടക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു വെള്ളിയാഴ്ച നടക്കുന്ന സമയത്ത് നമ്മുടെ തൃശ്ശൂർ ഉള്ള എൻ്റെ പേര് തന്നെ ബ്രദർ റോയ് ഔസേപ്പ് എന്നാ പറഞ്ഞത്, ജോയി ആണ്, ജോയി ഔസേപ്പ്. അപ്പോൾ എൻ്റെ പേര് തന്നെയുള്ള ജോയി ചാൻ ഇങ്ങനെ ഒരു ഷോപ്പിന്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട്, ഒരു വർക്ക്ഷോപ്പ് പശ്ചാത്തലമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ നടന്നു പോകുന്ന, ഞാനിങ്ങനെ എന്തോ സ്ട്രൈക്കായിട്ട് ഇങ്ങനെ നിന്നു, സ്ട്രൈക്ക് ചെയ്തു തന്നെ, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഉള്ളിലൊരു ചിന്ത, ആ വ്യക്തിയായിട്ട് സംസാരിക്കണം എന്നുള്ളത്. ഞാൻ തിരിച്ചു നടന്ന് ആ വ്യക്തിയോട്, മലയാളിയാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. സ്ഥലം എവിടെയാ? തൃശ്ശൂരാണ്. പേരെന്നാ? ജോയി. രണ്ടും ജോയിയാണ്. എന്താ? അപ്പൊ ഇതിങ്ങനെ ഓട്ടോ ഇലക്ട്രീഷ്യൻ വർക്ക്ഷോപ്പ് എടുത്തതാണ്. അപ്പൊ ഞങ്ങൾ സംസാരിച്ച് ഈ കാര്യങ്ങൾ പയ്യെ അവതരിപ്പിച്ചു, കൂട്ടായ്മയുടെ കാര്യങ്ങൾ, റിയാലിലെ കൂട്ടായ്മയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ഈ ജോയിച്ചൻ പറഞ്ഞു, ഇവിടെ വലിയ പ്രശ്നമാണ്, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചോദിച്ച കാര്യം ചെയ്യേ, നമുക്ക് വീട് അടുത്താണ് വീട്, നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം കുറച്ച് സമയം, ഇച്ചിരി നേരത്തെ അടയ്ക്കാമോ? അപ്പോഴത്തേനും 6 മണി 6:30 മണിയായി സമയം. 6:45 വർക്ക്ഷോപ്പ് അടച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഒരു മണ്ണ് വീട്, പഴയ വീട്, അതായത് മണ്ണുകൊണ്ടിങ്ങനെ ഭിത്തി മെനഞ്ഞ് ഉള്ളൊരു വീടാണ്. ആ വീട്ടില് വളരെ ചെറിയ മുറി, ഒരു 5 പേർക്ക് ഇരിക്കാവുന്ന 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു മുറിയാണ്. ആ മുറിയിൽ ഇരുന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ജോയിച്ചൻ്റെ ഭാര്യയുണ്ട്, ഒരു മകനുമുണ്ട് കൂടെ. ഞങ്ങൾ ഈ 4 പേര് കർത്താവിനെ കുറേ സമയം ഇരുന്ന് ആരാധിച്ചോടെ അവരുടെ വീട്ടിലിരുന്ന്. വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിരുന്നു. ഈ ജോയിച്ചൻ നല്ല ദൈവാനുഭവമുള്ള ആളാണ്. അറ്റാക്ക് വന്ന് മരിച്ചു മോർച്ചറിൽ കിടത്തിയിരുന്ന ആളാണ്, മരിച്ചു എന്ന് പറഞ്ഞ ഡെഡ് ബോഡി മോർച്ചറിൽ കിടത്തിരുന്ന ആളാണ്. ഉത്ഥിതനായ കർത്താവ് ദർശനത്തിൽ വന്ന് ഈ മകനെ പിടിച്ചേനിപ്പിച്ചതാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ഒരു സാക്ഷ്യം കിടപ്പുണ്ട് ആൾക്ക്. പക്ഷെ ഈ രാജ്യത്തിന്റെ നിയമം കാരണം
പേടി, ആൾക്കത് ചെയ്യാനായിട്ട് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നതും കണ്ടുമുട്ടുന്നതും. ആ വീട്ടിൽ ഞങ്ങൾ അല്പസമയം കർത്താവിനെ ഞങ്ങൾ 4 പേര് ഇരുന്ന് ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നു. വലിയൊരു അനുഭവമായി. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലൊരു ചിന്ത വന്നു, അടുത്ത വെള്ളിയാഴ്ച ഈ മുറിക്കകത്തിരുന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കണം. അടുത്ത വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ്, പകല് നമുക്ക് ആരാധിക്കണം എന്നൊരു തീരുമാനം വന്നു. അങ്ങനെ തീരുമാനം വന്ന് അദ്ദേഹം എന്നെ നോ എന്നും പറഞ്ഞില്ല. കാരണം പരിശുദ്ധമായ നല്ലൊരു ഇടപെടലും അഭിഷേകമായിരുന്നു. നോ പറഞ്ഞില്ല. പിറ്റത്തെ വെള്ളിയാഴ്ച വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് കാത്തിരുന്നു. ഞാൻ വ്യാഴാഴ്ച ഉപവസിച്ചു, വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. വെള്ളിയാഴ്ച ആരാധനയാണ്. രാവിലെ ഒരു 9:30 മണി സമയമാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ്, അവരോട് മാത്രം ഒന്ന് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജോയിച്ചൻ്റെ പാർട്ണറായിട്ട് ജോലി ചെയ്യുന്ന തൃശ്ശൂർക്കാരൻ തന്നെ ഒരു അനിൽ ഗീത ദമ്പതികളുണ്ട്. അനിൽ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷം. ജോയിച്ചൻ പറഞ്ഞു, അനിൽ എൻ്റെ കൂടെയുള്ള അനിൽ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി, കുഞ്ഞുങ്ങളില്ല ബ്രദറെ, നമുക്ക് അവരും വന്ന ഈ കൂട്ടായ്മയിൽ അവരെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ, പ്രാർത്ഥന വിഷയമായിട്ട് തന്നപ്പോൾ അവരെയും വിളിക്കാൻ പറഞ്ഞു. ഇവർ ഒരുമിച്ചാണ് ബിസിനസ് പാർട്ട്ണറാണ്. ഓക്കെ, അവരെയും വിളിച്ചു. ഈ അനിലെയും ഗീതയെയും കൊണ്ട് പിറ്റേ വെള്ളിയാഴ്ച ഇവരുടെ വീട്ടിൽ, ജോയിച്ചൻ്റെ വീട്ടിൽ ഞങ്ങൾ ആരാധിക്കുകയാണ്. ആരാധന പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും അഭിഷേകവും ആരാധനയിൽ. 9 പേരുണ്ട്. 9 പേര് ഒരുമിച്ചിരുന്ന് ആരാധിക്കുകയാണ്. ആരാധനയുടെ മധ്യത്തിൽ ശക്തമായൊരു ബോധ്യം കർത്താവ് ഇങ്ങനെ ഉള്ളിൽ തന്നു. ഗീതയ്ക്ക് ഞാൻ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് കിടന്നൊരു സന്ദേശമാണ്. ഗീതയ്ക്ക് കുഞ്ഞിനെ നൽകി. ഹൈന്ദവരാണ്, ഹൈന്ദവ സഹോദരങ്ങളാണ്. ഇത് വിളിച്ച് പറയാതിരിക്കാൻ പറ്റിയില്ല, പിടിച്ചിട്ട് കിട്ടിയില്ല. അത് ഞാൻ ചിന്തിച്ചു, എൻ്റെ ബുദ്ധിയിൽ വരുന്ന കാര്യമാണോ? അല്ല, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ബോധ്യം നിന്ന് വിളിച്ചു പറഞ്ഞു, ഗീതയ്ക്ക് കുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. അത് ആദ്യം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആരാധന കഴിഞ്ഞു, സന്തോഷമായിട്ട് എല്ലാവരും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിരിഞ്ഞു. എല്ലാവരും പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കർത്താവിനെ ആരാധിക്കണം. അത്രമാത്രം സുരക്ഷിതമായിട്ട് എല്ലാം അടച്ച്, ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് സൗണ്ട് പ്രൂഫ് ആക്കിക്കൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുക. അങ്ങനെ പിറ്റേ ആഴ്ച ആരാധിച്ചു. 4-ാമത്തെ ആഴ്ച ആരാധനയ്ക്ക് വന്നപ്പോഴത്തേന് ഈ അനിൽ ഗീത അവർ വന്നിട്ടില്ല. 5-ാമത്തെ ആഴ്ചയിൽ വന്നിട്ടില്ല. ചോദിച്ചപ്പോൾ ഗീതയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ, ഇങ്ങനെ ഈ വൊമിറ്റിംഗ് ടെൻഡൻസി, വൊമിറ്റ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ വൊമിറ്റിംഗ് പോലെ അത് നമ്മൾ മറ്റേ ഇതിലേക്കൊന്നും പോകുന്നില്ല, ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. അവർ വന്നില്ല. ചോദിച്ചു എന്തുകൊണ്ട് വന്നില്ല ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്, ശാരീരിക അസ്വസ്ഥതകളുണ്ട്, ഇങ്ങനെ വൊമിറ്റിംഗ് ടെൻഡൻസി, ഇങ്ങനെ ഛർദിയാണ് കാര്യങ്ങളാണ്. അന്ന് ആരാധന കഴിഞ്ഞ് നമ്മൾ പോയി. ആരാധന കഴിഞ്ഞ് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ സംശയം വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഗീത പ്രഗ്നൻ്റാണ്. നമ്മുടെ കൂട്ടായ്മയിലൂടെ ആദ്യമായിട്ട് സംഭവിച്ച അത്ഭുതം, ഒരു മഹാത്ഭുതമാണ്. കാരണം 16 വർഷങ്ങൾക്ക് ശേഷമാണ്. തുടർന്ന് ഈ കൂട്ടായ്മ എത്ര കാലം മുന്നോട്ട് പോയി? ആ കൂട്ടായ്മ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവിടെ വെച്ച് ദൈവ കൃപയാൽ വേറെ പിടിക്കപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് പണി കഴിഞ്ഞു. ഞാൻ തിരിച്ച് റിയാദിലേക്ക് 1 വർഷത്തിന് ശേഷം റിയാദിലേക്ക് പോരുകയാണ്. ഏതാണ്ട് 6-7 മാസം കൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റ് പണി കഴിഞ്ഞു. അതിൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞ് റിയാദിലേക്ക് വന്നു. പിന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഈ കൂട്ടായ്മയിൽ പോകും. ഈ 550 കിലോമീറ്റർ അകലെ റിയാദിൽ നിന്ന് ഈ ബുറൈദ എന്ന് പറഞ്ഞ സ്ഥലം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പോകുന്ന സമയത്താണ് എന്നെ പിടിക്കപ്പെടുകയാണ്. എൻ്റെ വണ്ടിയടക്കം അവർ ചെക്ക് ചെയ്തപ്പോൾ ബൈബിളും അതുപോലെ തന്നെ കൊന്തയും ഈശോയുടെ മാതാവിൻ്റെ ഒക്കെ കുറേ ഫോട്ടോസ് കാര്യങ്ങളുണ്ട്. അവർ പിടിച്ച വഴി ഇതെന്താണെന്ന് ചോദിച്ചിട്ട് അവർ ബൈബിൾ കണ്ട അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഫോട്ടോസ് കണ്ട അവർക്ക് മനസ്സിലാവും, റോസറി കണ്ട അവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്നെ പിടിച്ച് വലിച്ചിറക്കി, വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കിയിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ അവിടെ പഞ്ചിങ് ആണ്, അടിയല്ല. നമ്മുടെ പോലീസുകാർക്ക് ചിലപ്പോൾ അടിക്കും, പക്ഷെ അടിയല്ല, ഇങ്ങനെ പഞ്ചിങ് ആണ് ചെസ്റ്റിന്. നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ചെസ്റ്റിന് നല്ലൊരു പഞ്ചിങ് കിട്ടി. നല്ല ആഘാതത്തിലുള്ള അടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം പറഞ്ഞു ഫോളോ ചെയ്യാൻ പറഞ്ഞു, വണ്ടി എടുത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞു, പോലീസ് വണ്ടിയെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ സ്ഥലം സ്റ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ആ സ്റ്റേഷനിൽ നമ്മളിട്ടു, സ്റ്റേഷനിലെ ജയിലിൽ നമ്മളിട്ട് എന്നിട്ട് രാവിലെ 8:30 മണി സമയത്താണ് പിടിക്കപ്പെടുക. അപ്പോൾ ഞാൻ പോയ സമയത്ത് പോലീസ് വണ്ടി ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും ഫോൺ ചെയ്ത് പറയാൻ പറ്റുന്നവർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, റിയാദിലെ കൂട്ടായ്മയിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന ബുറൈദയിൽ തുടങ്ങിയ കൂട്ടായ്മയിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, പിടിക്കപ്പെട്ടിട്ടുണ്ട്, എന്ത് സംഭവിക്കും എന്നറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ശക്തമായിട്ട്, അവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ വെള്ളിയാഴ്ച എല്ലാവരും ഉപവാസമാണ് ആരാധനയിൽ. ഈ ആരാധന കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അപ്പം എല്ലാവരും ഉപവാസമാണ്. എല്ലാവരും തീരുമാനമെടുത്തു. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഞങ്ങൾ
ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അങ്ങനെ തീരുമാനമെടുത്ത് കുഞ്ഞുങ്ങളടക്കം അങ്ങനെ ശക്തമായ പ്രാർത്ഥന അവരവിടെ ചെയ്യാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. പെട്ടെന്ന് സ്റ്റേഷനിൽ ജയിലിലിട്ടു. ഏതാണ്ട് ഒരു 3 മണി സമയമായി. ഇതിനിടയ്ക്ക് എൻ്റെ ഫോട്ടോസ് അവരെടുത്തു, ഫിംഗർ പ്രിൻ്റ് എടുത്തു. അവർ എഴുതി കൂട്ടാവുന്ന കാര്യങ്ങളൊക്കെ അറബിയിൽ എഴുതി കൂട്ടി. എൻ്റെ സൈൻ വാങ്ങിച്ചു. ഇങ്ങനെ ഫിംഗറിൽ ചെയ്യിച്ചു. ഇതെല്ലാം ചെയ്യിച്ച് ഒരു വയസ്സനായ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, ഇതാ നിന്നെ വലിയ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്, വണ്ടികളൊക്കെ റെഡിയാണ്, എല്ലാം കൊണ്ടുപോകും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വെളിച്ചം കാണാൻ പറ്റത്തില്ല, നിന്റെ കാര്യം അധോഗതിയാവും. പിന്നെ 6 മാസത്തിനുള്ളിൽ ഒരു പക്ഷേ അന്തബിമോത്ത് എന്നാ പറയുക. അന്തബിമോത്ത് എന്ന് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും, നീ മരിക്കും. കാരണം അതേ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ അവിടെ ഉള്ളത്. നിനക്ക് ഈ രാജ്യത്തെ നിയമം അറിയില്ലേ, നീ എന്തിനാണ് ഇതിന് തുനിഞ്ഞെന്നൊക്കെ ചോദിച്ച് കുറേ ഉപദേശമൊക്കെ തന്നു. അങ്ങനെ 3:30 മണി സമയമായപ്പോൾ ഒരു ദൈവദൂതൻ എന്ന പോലെ ആ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് ഒരു GMC ട്രക്ക്, ഒരു അമേരിക്കൻ വണ്ടി പറന്നെത്തി. ഈ വണ്ടിയുടെ ശബ്ദം കേട്ട് ഞാൻ പെട്ടെന്ന് പൊങ്ങി ചെറിയ ചെല്ലണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു GMC ട്രക്കാണ്. അതിൽ നിന്നൊരു വലിയ ജാനുഭവമായിട്ടുള്ള മനുഷ്യൻ ഇറങ്ങി പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഈ DGPയുടെ പോസ്റ്റിലുള്ള ഒരാളാണ് നമ്മുടെ ആ സ്റ്റേഷനിലിരിക്കുക. അദ്ദേഹം ഓടിയാണ് അകത്തേക്ക് കയറിയതിന് ശേഷം പെട്ടെന്ന് ഈ വയസ്സൻ പോലീസുകാരൻ വന്ന്, ഇതാ നിന്റെ ആള് വന്നിട്ടുണ്ട്, ഇനി നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് എന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അതിനടുത്തേക്ക്. ചെന്ന വഴി അദ്ദേഹം ചോദിക്കുന്നത്, ഈ വന്ന മനുഷ്യൻ ചോദിക്കുന്നത്, നിന്നെ ഇവർ ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഉപദ്രവിച്ചില്ല. അങ്ങനെ പറയാനാ തോന്നിയത്, ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞു. ഉടനെ എന്തൊക്കെയാണ് അവർ ചെയ്തത് പറഞ്ഞത് ചേച്ചി. ഞാൻ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ എൻ്റെ സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്, സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു പോലീസുകാരൻ പോയി ഒരു കിറ്റിൽ കെട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. എല്ലാം നോക്കി കഴിയുമ്പോൾ അതിനകത്തൊരു പൊതിയുണ്ട്. ആ പൊതി എൻ്റെ അല്ല. ഞാൻ പറയുന്നത് എൻ്റെ അല്ല. പൊതി അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഡ്രഗ്സാണ്. മനസ്സിലായോ? കേസിൻ്റെ ആക്കം കൂട്ടാനായിട്ട്. ഞാൻ പറയുന്നത് എൻ്റെ അല്ല. അദ്ദേഹം അഴിച്ചു നോക്കിയപ്പോൾ ഇതാണ്. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് ചോദിച്ചു. ഇതിൻ്റെ അല്ല, ഇതെങ്ങനെ വന്നു? അദ്ദേഹം മിണ്ടുന്നില്ല. കുറെ ഷൗട്ട് ചെയ്തു. ഈ വന്ന മനുഷ്യൻ അദ്ദേഹത്തെ ഷൗട്ട് ചെയ്തു. എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് അദ്ദേഹം എൻ്റെ ബൈബിളും കൊന്തയും ഫോട്ടോസ് തന്നിട്ട് എനിക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഫയല് അവിടെ വെച്ച് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ 4 അദ്ദേഹം കയറിയിട്ട് പറഞ്ഞു, ഒന്തി ബലദിയ എന്ന് പറഞ്ഞു. അതായത് കൊണ്ടുപോയി വേസ്റ്റിലിടാൻ പറഞ്ഞു. ആ ട്രാഷ് ബിന്നിലേക്ക് കൊണ്ടുപോയി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് 5-10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. ഫോളോ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വണ്ടിയെ ഫോളോ. അദ്ദേഹത്തിന്റെ ശരിക്കും ഈ മയക്കുമരുന്ന് അവിടുത്തെ പോലീസുകാർ തന്നെ ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ വെച്ചതാ ഇതിന്റെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചാൽ പിന്നീട് ഈ മനുഷ്യൻ പറഞ്ഞ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 6 months നമ്മളെ കൊലക്കട്ടോ വധശിക്ഷയാണ്. തലവെട്ടിയുള്ള. കാരണം നിർബന്ധിത മതപരിവർത്തനം, ഡ്രഗ്സ് ട്രക്സിന്റെ ഏജന്റ് ഡ്രഗ്സ് കയ്യിൽ വെച്ച് കൊണ്ടെടുക്കുന്നവൻ, അതിന് വധശിക്ഷയാണ്. അവിടെ ശരീരത്തെ നിയമം അനുസരിച്ച് വധശിക്ഷയാണ്. അതൊക്കെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കുറെ കാര്യങ്ങൾ പറഞ്ഞു. നല്ല ഫ്രണ്ട്ഷിപ്പ്. ഈ മനുഷ്യൻ അത്ഭുതം ഇതൊന്നുമല്ല, ഈ മനുഷ്യൻ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കസിൻ റിയാദിലുണ്ട്. ഇപ്പൊ എന്നെ പിടിക്കപ്പെട്ടു എന്ന് എൻ്റെ കൂട്ടായ്മയില് അറിയിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടായ്മയില് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അച്ചായനുണ്ട്. ആ അച്ചായന്റെ സ്പോൺസറാണ് ഇദ്ദേഹത്തിന്റെ കസിൻ. അപ്പൊ അദ്ദേഹത്തിന് സ്പോൺസർ പറയും, എൻ്റെ ഒരു സഹോദരൻ ഇന്ന സ്ഥലത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത്തിരി പൊസിഷൻ ഇരിക്കുന്ന ആളാണ് റിയാദിലെ ഇയാള്, ഇത്തിരി റോയൽ ഫാമിലി പെട്ട ആളാണ്. ചെയ്യാൻ പറ്റുമോ? ഏതാ സ്ഥലം? ഇന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് എൻ്റെ കസിനുണ്ട്. ആ സ്ഥലത്തെ കളക്ടറുടെ പൊസിഷൻ ഇരിക്കുന്ന ആള് എൻ്റെ കസിനാണ്. ദൈവം വഴിയൊരുക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. കാരണം ഈ മനുഷ്യൻ, ഈ സൗദികളെ സംബന്ധിച്ച് അവരെല്ലാ വ്യാഴാഴ്ചയും ഈ ഔട്ടിങ്ങിന് പോവും. മരുഭൂമിയിലേക്ക് പോയി ഈ ആടിനൊക്കെ ചുട്ട് മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉല്ലസിച്ച് വെള്ളിയാഴ്ച സന്ധിക്കാണ് തിരിച്ചു വരിക. അന്ന് വ്യാഴാഴ്ച പോകാൻ തുടങ്ങുമ്പോൾ ഈ മനുഷ്യൻ പോകാൻ പറ്റുന്നില്ല. ശക്തമായ തലവേദന. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിലും കൂട്ടിപ്പോക്കോ, എൻ്റെ തലവേദന മാറി കഴിയുമ്പോൾ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. തലവേദന വ്യാഴാഴ്ച മാറുന്നില്ല, വെള്ളിയാഴ്ച രാവിലെ മാറുന്നില്ല. വെള്ളിയാഴ്ച 10 മണിയായപ്പോൾ ഈ മനുഷ്യനോട് കാര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഇവിടെ പാരസെറ്റമോൾ എന്ന് പറയുന്ന ആ ടാബ്ലറ്റ്, അതവിടെ പനഡോൾ എന്നാണ് പറയപ്പെടുക. ഇദ്ദേഹം ഒരു 5-6 പനഡോൾ എടുത്ത് ഒരു 7up പൊട്ടിച്ചിട്ട്, 7up സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതിൽ പൊട്ടിച്ചിട്ടിട്ട് ഇദ്ദേഹം കുടിച്ചിട്ട് പിന്നെ ഇയാൾക്ക് ബോധമില്ല. ഇയാൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇയാൾ പറഞ്ഞു, ഞാൻ എല്ലാ പിടിയും വിട്ട് കിടന്നുറങ്ങി. 3 മണിക്ക് നിർത്താതെ ലാൻഡ് ഫോണും മൊബൈലും അടിച്ചുകൊണ്ടിരിക്കുക.
എറിയാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ ഈ കസ് വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ചാടി എനിക്കെപ്പോഴാണ് പറയുന്നത്, ഇതാ പെട്ടെന്ന് നീ പോകണം, അപകടം നടക്കാൻ പോകണം, പെട്ടെന്ന് നീ പോകണം, പെട്ടെന്ന് പോകണം, ഇതാ എൻ്റെ ഒരാളാണ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് പറന്ന് ഈ മനുഷ്യൻ 3:15 സ്റ്റേഷനിലെത്തുന്നത്. ശരിക്കും നമ്മൾ ബൈബിളിൽ കാണുന്ന പോലെ തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിനെ സഭയുടെ ഒന്നാകെയുള്ള പ്രാർത്ഥന മുഖാന്തരം ഒക്കെ ദൈവദൂതൻ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് അവനെ അവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ശരിക്കും ഈ കാലഘട്ടത്തിൽ ഈ മനുഷ്യനിലൂടെ ദൈവം അതുപോലെ തന്നെ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ കർത്താവിന് വേണ്ടി വില കൊടുത്ത് നമ്മൾ ആ രാജ്യത്ത് ശുശ്രൂഷ, ഞാൻ പറഞ്ഞു ദാരിദ്ര്യത്തിന്റെ പടികുഴിയിലായിരുന്നു ഞാനിന്ന്. കർത്താവ് അത്ഭുതകരമായിട്ട് ഈ 10 സെന്റ് പട്ടയമില്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് എനിക്ക് സമർത്ഥമായിട്ട് 3 ഏക്കർ സ്ഥലവും വീടും കൂടി കർത്താവ് ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ കുറുപ്പുംപടി എന്ന സ്ഥലത്ത് കർത്താവ് എനിക്ക് ഒരുക്കുകയാണ്. ഒരു വചനം ഓർക്കുകയാണ്, മത്തായി 6:33 ബ്രദർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വചനം. ആദ്യം നീ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടി ചേർക്കപ്പെടും. അക്ഷരാർത്ഥത്തിൽ ആ വചനം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയായൊരു വചനമാണ്. ഒന്നിനും കുറവില്ലാതെ എല്ലാ സമൃദ്ധിയും നൽകി, എന്തൊക്കെ ജീവിതത്തിൽ നമ്മൾ ദാരിദ്ര്യം, ഏതൊക്കെ മേഖലയിൽ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ ആ മേഖലയെല്ലാം സമൃദ്ധി നൽകി കർത്താവ് മനോഹരമായി ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടായ്മ നയിക്കാൻ തക്കവണ്ണം കർത്താവ് ഇവിടെ ഇടവരുത്തി. ഇപ്പം ഇന്ന് വേളാങ്കണ്ണി മിനിസ്ട്രി, അത് ഞങ്ങൾക്കൊരു വേളാങ്കണ്ണി തീർത്ഥയാത്രയുണ്ട് എല്ലാ മാസവും. അതിനകത്ത് ഇതിനോടകം 100 കണക്കിന് അക്രൈസ്തവർ വന്ന് യേശുവിനെ നാഥരക്ഷകനുമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഉള്ളില് ഒരു കുടുംബം മാനസാന്തരപ്പെട്ട് മുഹമ്മദ് സ്വീകരിച്ചു കഴിഞ്ഞു ഇതിനോടകം. സൗദി അറേബ്യയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? സൗദി അറേബ്യയിൽ ഞാൻ ഏതാണ്ട് 12 വർഷത്തോളം പിന്നുണ്ടായിരുന്നു. 96 മുതൽ ഒരു 12 വർഷത്തോളം. ഈ പോലീസ് പിടിയിലായി തീർന്നതിന് ശേഷം അങ്ങേക്ക് പിന്നീട് വല്ല ഭയമൊക്കെ ഉണ്ടായോ? ഇല്ല, ഒരു ഭയവും ഇല്ലായിരുന്നു. പോലീസ് പിടിച്ചപ്പോഴും ഭയമില്ലായിരുന്നു. കാരണം ഈ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ 2-3 ചെറുപ്പക്കാര് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഈ രാജ്യത്ത് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായെങ്കിൽ എന്നൊരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ അറിഞ്ഞാണോ അറിയാതെയാണോ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നവർ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, അവൻ്റെ പാപങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല, അവന് സ്വർഗം നിശ്ചയമാണ്, സുനിശ്ചിതമാണ് എന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവിന് വേണ്ടി നിലപാടെടുക്കുമ്പോഴാണ്. അതെ, തീർച്ചയായിട്ടും സുവിശേഷത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോഴാണ്, നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ രക്തസാക്ഷിത്വം വരിച്ചാൽ അതിലൂടെ നമുക്ക് സ്വർഗത്തിന്റെ അവകാശിയായി തീരും. തീർച്ചയായിട്ടും. അപ്പം സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു പോരാനുള്ള തീരുമാനം എന്താ എടുക്കാൻ കാരണം? തീരുമാനം, മോൻ പ്രായമായിട്ട് വരുന്നു. അതുകൊണ്ട് ഒരു 8ാം സ്റ്റാൻഡേർഡിലേക്ക് വന്നപ്പോഴത്തേനും ആള് മൂത്ത സഹോദരരുടെ കീഴിലായിരുന്നു. ആള് അവരുടെ ഒരു സംരക്ഷണയിലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഭാര്യ നാട്ടിലെ ഭാര്യ യമൻ എന്ന രാജ്യത്ത് ജോലി ചെയ്യുന്നു, ഞാൻ സൗദി അറേബ്യയിലും. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തു, നാട്ടിൽ വന്ന് ഇനി കുടുംബമായിട്ട് ബാക്കിയുള്ള ശിഷ്ടകാലം കഴിയുന്ന വിധത്തിൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാന്നൊരു തീരുമാനം എടുത്ത്. അങ്ങനെ ഏത് വർഷമാണ് നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്നത്? ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 2007 കാലഘട്ടങ്ങളിലാണ് തിരിച്ച് പോരുന്നത് നാട്ടിലേക്ക്. അതിനുശേഷം എന്തൊക്കെ ശുശ്രൂഷകളാണ് ഇവിടെ വന്നതിന് ശേഷം? ഞാൻ കോതമംഗലമാണ്, എൻ്റെ ഡേയ്സ് കോതമംഗലമാണ്. കോതമംഗലം ഡേയ്സിൽ ഏതാണ്ട് 4 വർഷത്തോളം കോതമംഗലം സോണിന്റെ ഭാഗമായിട്ട്, സബ് സോണിന്റെ ഭാഗമായിട്ട് ശുശ്രൂഷയും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി. 4 വർഷത്തോളം എൻ്റെ മെമ്പറായിരുന്നു. ട്രഷറി ആയിരുന്നു 4 വർഷം അടുപ്പിച്ച് ആ കൂട്ടായ്മയിൽ. അങ്ങനെ ശുശ്രൂഷയും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ ആ ശുശ്രൂഷയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടവകളിലൊക്കെ നൈറ്റ് വിജില് നടത്തുക. ഏതാണ്ട് 23ഓളം ഇടവക കോതമംഗലം സബ് സോണിന്റെ അണ്ടറിൽ ഉണ്ട്. അപ്പോൾ ചില ഇടവകളിൽ നൈറ്റ് വിജിൽ നടത്തുക, വൺഡേ പ്രോഗ്രാം നടത്തുക, അങ്ങനെ കൂട്ടായ്മയായിട്ട്. അതുപോലെ ബൈബിൾ കൺവെൻഷൻ, കോതമംഗലം ബൈബിൾ കൺവെൻഷൻ തുടങ്ങുന്നത് ഞങ്ങൾ ഈ മെമ്പേഴ്സായിട്ടിരിക്കുമ്പോഴാണ്. ഒരു തീരുമാനം പ്രാർത്ഥനയിൽ വെച്ച് ആ ബൈബിൾ കൺവെൻഷൻ മനോഹരമായിട്ട് ഡിസംബർ മാസത്തിന്റെ 2nd വീക്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ട് കർത്താവ് അങ്ങനെ ഒരിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷ ഭാഗമായി പിന്നീടാണ് ഈ വേളാങ്കണ്ണി തീർത്ഥയാത്രയെക്കുറിച്ചൊരു ചിന്തയും കാര്യങ്ങളും വരിക. അങ്ങനെ നമുക്ക് കൂടുതൽ ഈ യാത്രയിൽ അക്രൈസ്തവരെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അക്രൈസ്തവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ മാസവും വേളാങ്കണ്ണി തീർത്ഥയാത്ര. അത് ഈ കോവിഡിന്റെ കാലം വരെ, കോവിഡ് കഴിഞ്ഞ ശേഷം 1 മാസം കഴിഞ്ഞ 20-ാം തീയതി യാത്ര ഉണ്ടായിരുന്നു. വലിയ അനുഗ്രഹങ്ങളാണ്, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡേ ആൻഡ് നൈറ്റ് ഫുൾ പ്രേയറിലാണ് നമ്മൾ പോകുന്നത്. ഫുൾ പ്രീച്ചിങ് കൊടുക്കുന്നു, സ്തുതിയാരാധനയുണ്ട്, ഫുൾ ജപമാലയുണ്ട്, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ഈ യാത്രയിലൂടെ ചെയ്യുന്നുണ്ട്. ഒത്തിരി മാനസാന്തരങ്ങൾ.
ഏതാണ്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു 30 വർഷമായിട്ട് മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്ന ഒരു വ്യക്തി, മദ്യം കഴിച്ചില്ലെങ്കിൽ രാവിലെ എനിക്ക് വിറയ്ക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ഈ യാത്രയിൽ ഏതാണ്ട് നമ്മുടെ ദുഃഖത്തിന്റെ 2ാമത്തെ രഹസ്യം, യേശുവിനെ ചമ്മട്ടി അടിക്കുന്ന ആ രഹസ്യം, അതിൽ ചേർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ ആ ഗ്രോട്ടോയുടെ മുമ്പിൽ വെള്ളാങ്കണ്ണിയിൽ അവിടെ വെച്ച മനുഷ്യൻ തീരുമാനം എടുത്തു. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം പിന്നെ മദ്യം കഴിച്ചിട്ടില്ല. ഈ സൗദിയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇപ്പൊ കുറെ വർഷങ്ങളായല്ലോ, അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മൊത്തത്തിൽ മാറി. എല്ലാവരും തന്നെ, ഞങ്ങളെ സഹോദരങ്ങളൊക്കെ തന്നെ ഒരു നല്ല നിലയിൽ എത്തിയും. എല്ലാവരും തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഒത്തിരി അങ്ങനെ സുഭിക്ഷമായിട്ടല്ല, എന്നാലും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ജീവിക്കാനായിട്ട് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചു. ഈ മാറ്റമൊക്കെ കാണാൻ അപ്പൻ പിന്നീട് അപ്പൻ പോയി. അപ്പൻ മരിച്ചുപോയി എന്ന് പറയാൻ പറ്റില്ല, അപ്പൻ തിരിച്ചുപോയി. എങ്ങനെ തിരിച്ചുപോയി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അപ്പൻ പരിപൂർണമായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്കാണ് പോയേ. അപ്പൊ അതുകൊണ്ട് വന്നിടത്തേക്ക് തിരിച്ചുപോയെന്നാ ഞാൻ പറയാ, മരിച്ചുപോയി ഞാൻ പറയത്തില്ല, തിരിച്ചുപോയി. തീർച്ചയായിട്ടും. കാരണം അപ്പന്റെ പേര് ഔസേപ്പ് എന്നായിരുന്നു, ഞാൻ പറഞ്ഞു. അമ്മയുടെ പേര് മറിയം. അപ്പൻ യോസേപ്പിതാവിന്റെ ഫീസ്റ്റിന്റെ അന്ന് രാത്രി യോസേപ്പിതാവും ഈശോയും മാതാവും ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൻ പറഞ്ഞു, ഇതാ എന്നെ കൊണ്ടുപോകാൻ വരുന്നു. ഞാൻ ചോദിച്ചു, അപ്പൊ ആരൊക്കെ ഉണ്ട്? യോസേപ്പിതാവിന്റെ മുമ്പില് അമ്മ മാതാവുണ്ട്, ഈശോയുണ്ട്. അപ്പൊ ഒരു വലിയ മാറ്റത്തിന് ശേഷമാണ് തീർച്ചയായിട്ടും കടന്നുപോയത്. അതെ, തീർച്ചയായും. അമ്മ ഇപ്പോഴും ഉണ്ട് അല്ലേ? അമ്മ ഇപ്പോഴും ഉണ്ട്. ഈ നന്മകളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചു. ഇപ്പോഴും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച അമ്മ രാപകൽ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ കൊന്ത കയ്യിൽ നിന്ന് അറിയാതെ താഴെ പോകുള്ളൂ, ബെഡിലേക്ക് പോകുള്ളൂ. എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ കൊന്തെടുക്കും. എപ്പോൾ ചെന്നാലും എൻ്റെ സുഹൃത്തുക്കള് പറയും, അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണെന്ന് പറയും അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ. അത്രമാത്രം മാതാവിന് ഒരു അനുഭവം കൂടെ പറയാം. അമ്മ മറിയത്തിന്റെ ഞാൻ പറഞ്ഞു, ആദ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു. മറ്റാരെയും ഞാൻ കാണുന്നില്ല അമ്മയുടെ പകരം വെക്കാനായിട്ട്. അതിന്റെ കാരണം, ചെറുപ്പത്തിൽ ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ഏതാണ്ട് ഒരു 12 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇഞ്ചി കൃഷിക്ക് തേക്കിന്റെ കരിയിൽ അടിച്ചു കൂട്ടും. അങ്ങനെ ഒരു മഴ പെയ്തതിന് ശേഷമാണ് ഇത് വാരിക്കെട്ടി ഇഞ്ചി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി കയറ്റി കൊണ്ടുവന്ന്. ആ സമയത്ത് അമ്മ വാരിക്കെട്ടി മുറുക്കുന്ന സമയത്ത് ഒരു വലിയ ഞങ്ങളുടെ നാട്ടിൽ വളവളപ്പൻ പാമ്പെന്നാണ് പറയുക, വളയുള്ള പാമ്പുകൾ ഭയങ്കര വിഷമുള്ളൊരു പാമ്പാണ്. ഈ പാമ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വലിയ പാമ്പ്, എത്രയുള്ള പാമ്പ്. ഈ പാമ്പ് കയറി കടിച്ച അമ്മയുടെ ഈ മുട്ടിന് മേളിൽ കടിച്ചു. അവിടെ മുട്ടിന് മേളിൽ കടിച്ചിട്ട് ചോര എടുക്കുന്നു. അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ സഹോദരിമാരുണ്ട്, കണ്ട് ഞാനും ഉണ്ട്. അവർ പേടിച്ച് നിലവിളിച്ച് അമ്മേനെ പാമ്പ് കടിച്ചേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിളിച്ചു. അമ്മ അവിടെ നിന്ന് മിണ്ടായിരിക്കടിയെന്ന് പറഞ്ഞ് അമ്മ അത് ഇങ്ങനെ ചീറ്റിച്ച് അമ്മ അത് വെറുതെ ഞെക്കി ആ ബ്ലഡ് കളഞ്ഞു. അവൾ തൊട്ടടുത്ത് ചെറിയ ജംഗ്ഷനുണ്ട്. ഈ പെങ്ങന്മാർ ഒച്ച എടുത്ത് കൂകി വിളിച്ച് ജംഗ്ഷനിൽ നിന്ന് ആൾക്കാർ കൂടി വന്നു. സംഭവം പറഞ്ഞു, അമ്മേനെ പാമ്പ് കടിച്ചു. നോക്കൂ, അമ്മ ചെയ്തത് ആ അരിവാളിന്റെ മാട് കൊണ്ട് അവിടെ ഇട്ട പാമ്പിനെ വെട്ടിക്കൊന്നു. അപ്പൊ ഏതാണ്ട് 18-19 വളയുണ്ട് ഈ പാമ്പിന്. ഭയങ്കര വിഷമാണ് സംഭവിച്ചത്, ഭയങ്കര വിഷമാണ്. അപ്പോ ആളുകളോട് എത്ര പെട്ടെന്ന് പോകണം, ഹോസ്പിറ്റലിൽ പോകണം. അമ്മ പറഞ്ഞു, ഞാനൊരു ഹോസ്പിറ്റലിലും പോകുന്നില്ല, എന്നെ ഒരിടത്തും കൊണ്ടുപോകണില്ല, ഞാൻ മറിയമാണ്. നാറിയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധമാ ഉൽപ്പത്തി 3:15. ഞാൻ മറിയമാണ്. ഇപ്പോഴും എൻ്റെ ചങ്കിനകത്തവ ഞാൻ മറിയമാണ്. അമ്മ പറഞ്ഞത് അതാണ്, ഞാൻ മറിയമാണ്. മീൻസ് നാറിയ സർപ്പത്തിന്റെ തലയെ തകർത്തവൾ. ഒരിടത്തും അമ്മ പോയില്ല, ഒരു മരുന്നും അമ്മ ചെയ്തില്ല. അതിങ്ങനെ ഞെക്കിപ്പിച്ച് കളഞ്ഞു. എല്ലാവരും പറഞ്ഞു പോയി അപകടം സംഭവിക്കും തൊട്ടടുത്ത നിമിഷം. ആ പാമ്പിനെ കണ്ടിട്ട് കരിനീലം പോലെയായ പാമ്പ് നിമിഷ നേരം കൊണ്ട് പറഞ്ഞു അപകടം സംഭവിക്കും. പക്ഷെ അമ്മ സ്റ്റാൻഡായിട്ട് നിന്നു, ഒന്നും സംഭവിച്ചില്ല, ഒരു മെഡിസിൻ എടുത്തില്ല. അമ്മ മാതാവിന്റെ ശക്തമായ ഇടപെടല് ഞാൻ കണ്ടത്. ഇപ്പൊ ഈ കുരിശ് ഇങ്ങനെ നെഞ്ചിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഈ കുരിശ് നമ്മുടെ കഴിഞ്ഞ ഡുനാമീസ് പവർ റിട്രീറ്റിന് ഞാൻ ഉണ്ടായിരുന്നു, ദുബൈയിലെ മലയാളം സെക്ഷനില് ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ കിട്ടിയ ശക്തമായൊരു ബോധ്യമാണ് ഇത്. ഈ കുരിശ്, ഇങ്ങനൊരു കുരിശ് അണിയണമെന്നുള്ള ശക്തമായിട്ടുള്ള ബോധ്യം, പ്രത്യക്ഷത്തിലൊരു അടയാളം നിന്നുണ്ടായിരിക്കും. അത് ശക്തമായിട്ട് അവിടെ ആ സ്തുതി ആരാധനയിൽ കർത്താവ് എന്താണ്, പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർ കാണാനൊരു അടയാളം നിന്നുണ്ടായിരിക്കണം. കാരണം നീ ഇത് പറയാതെ പറയുന്ന ഒരു സുവിശേഷമാണ്. ഇതിലൂടെ നീ പ്രൊക്ലെയിം ചെയ്യപ്പെടുകയാണ് എൻ്റെ നാമം. ഇത് കുത്തിക്കൊണ്ടതിന് ശേഷം ഒത്തിരി ആളുകൾ ഇത് ചോദിച്ചു. അക്രൈസ്തരായിട്ടുള്ള മക്കള്, നമ്മുടെ ഇടവയിൽ തന്നെ പെട്ട മക്കൾ, ഞാൻ എല്ലാ ദിവസവും ബലിയർപ്പിക്കാനായിട്ട് ഇപ്പോൾ കടന്നു പോകുമ്പോൾ ഇത് കുത്തിക്കൊണ്ടാ പോവുക. പലരും ചോദിച്ചു ഇതെന്തിനാണ്. ഇത് കണ്ട് ഓരോരുത്തരെ ചോദിച്ച് ഇപ്പൊ ഏതാണ്ട് ഒരു 10ഓളം പേര് ഈ കുരിശും കുത്തിക്കൊണ്ടാണ്
പള്ളിയിൽ വരിക. ഈ ഇതൊരു ഭക്തിയുടെ ബാഹ്യ പ്രകടനമായിട്ട് മാറിപ്പോകുമോ? ജീവിതത്തിലൂടെ നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട? തീർച്ചയായിട്ടും. മറിച്ച് മറൊരു വശം കൂടിയുണ്ടത്. ഇതെന്തിന് അണിഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. കുരിശിൽ എന്നെ രക്ഷിച്ച കാൽവരിയിൽ എനിക്ക് വേണ്ടി ഒരു ബലിയായി തീർന്ന ഒരു കർത്താവുണ്ട്. അവന്റെ പേര് നസ്രായനായ യേശു എന്നാണ്. എസ്പെഷ്യലി അക്രൈസ്തവരോട് യേശു എന്നാണ്. ആ കുരിശിലെ ബലിയിലൂടെയാണ് അവൻ എന്നെ വീണ്ടെടുത്തത്, അവൻ എന്നെ രക്ഷിച്ചത്. അവനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി എൻ്റെ പുരുഷനെ പറയുന്നില്ലേ, എൻ്റെ ശരീരത്തിൽ അടയാളമായി ഞാൻ ധരിക്കുന്നു, അവന്റെ മുദ്രകൾ ധരിക്കുന്നു. ഇത് അവന്റെ ഒരു അടയാളമായി, രക്ഷയുടെ അടയാളമായി ഞാൻ എൻ്റെ ശരീരത്തിൽ ധരിക്കുകയല്ല, എൻ്റെ ഷർട്ടില് ധരിച്ചിരിക്കുകയാണ്. നിശ്ചയമായും. അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം കൂടുതലുണ്ട്. കാരണം നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ തീർച്ചയായിട്ടും ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം മറ്റൊന്നും, നെഞ്ചിലിങ്ങനെ കുരിശിലും ഇട്ടുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഉത്തരവാദിത്തത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഏതായാലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എനിക്കൊത്തിരി സന്തോഷം തന്നൊരു കാര്യം, പഴയ ആ ദാരിദ്ര്യവും പട്ടിണിയുടെയും കഥകളൊക്കെ തുറന്നു പറയാൻ അങ്ങ് വളരെ അത്രയും ഒരു വിശാലത കാണിച്ചു. പലപ്പോഴും പലരും ഈ നല്ല നിലയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ പഴയത് മറന്നുപോകല്ല, നാണംകേട് മറക്കത്തൊന്നുമില്ല. അങ്ങനെ മറക്കാൻ അങ്ങനെ പക്ഷെ നാണംകേട് കാരണം, കുറച്ചില് കാരണം ഇപ്പൊ പലരും ഒന്നും മിണ്ടാറില്ല. പക്ഷെ അങ്ങ് ഇപ്പൊ ഇത്രയും നല്ല നിലയിൽ എത്തിയിട്ടും ഈ പഴയ അനുഭവങ്ങളൊക്കെ പരസ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയാൻ, ഞാൻ ഇതായിരുന്നു, ഇന്ന് എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അത് തുറന്നു പറയാൻ കാണിച്ച മനസ്സ് നിശ്ചയമായിട്ടും അങ്ങേ ധാരാളമായിട്ട് ഇനിയും കർത്താവിന്റെ ശുശ്രൂഷയിൽ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തട്ടെ. കുടുംബത്തെ കർത്താവ് ഒരുപാട് ഉയർത്തി മാനിക്കട്ടെ. ഒത്തിരി സന്തോഷം. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ജോയി ബ്രദറിന്റെ ജീവിത അനുഭവങ്ങൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. കർത്താവിന്റെ കൂടെ നടന്നോ, ഒന്നിനും കുറവില്ലാതെ ദൈവം എല്ലാം സമയാസമയങ്ങളിൽ നമ്മളെ പരിപാലിക്കും. ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.